let your number one source be Jesus alone. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഉറവിടം അത് യേശു മാത്രമായിരിക്കട്ടെ. Let it be Jesus alone. അത് യേശു മാത്രമായിരിക്കട്ടെ. For example, ഉദാഹരണത്തിന് in the woman with the blood flow, രക്തസ്രാവക്കാരി സ്ത്രീ 5:25 5:25 Marcos, 5:25. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ The word says, വചനം പറയുന്നു, she tried everything, lost all her money before coming to Jesus. യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് അവൾക്ക് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത് തനിക്കുള്ളത് മുഴുവൻ സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തി യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ്. Hallelujah. Hallelujah. Just imagine. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ She gave out all of her money and was treating herself to be, recover before the option Jesus was already there. യേശു അവിടെ ഉള്ളപ്പോൾ തന്നെ, യേശു അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ തന്റെ സമ്പത്ത് മുഴുവൻ താൻ ചികിത്സിക്കുവാൻ വേണ്ടി ചെലവഴിച്ചിട്ട് ഒന്നും രക്ഷ കിട്ടിയില്ല. Many the same way, അതുപോലെ തന്നെ we are the same. നമ്മളും അതുപോലെ തന്നെയാ. We don't first come to Jesus. നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യേശുവിന്റെ അടുക്കൽ വരത്തില്ല. We are entrusting our trust to many other things, and the last resort go to Sunday and recover. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സകല പണികളും നോക്കി ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ പറയും അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോയി ആരാധിക്കാം. In the main process, ഇതിനിടയിൽ her time was lost. അവിടെ സമയം നഷ്ടപ്പെട്ടു. Her money was lost. അവിടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. The same way, അതുപോലെ തന്നെ your time will be lost. നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. Your house might become lost. ഒരുപക്ഷേ നിങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടേക്കാം. Your family life might be lost. കുടുംബജീവിതം But നഷ്ടപ്പെട്ടേക്കാം. before all that, എന്നാൽ അതിന് മുഴുവൻ come to the one who can preserve all of this for you. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. Number one priority, come to Jesus. നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്ഥാനം, പ്രഥമ സ്ഥാനം യേശുവിന് മാത്രമായിരിക്കട്ടെ. Realize in your heart, let everything might be lost, but this Savior of mine, He will never change. നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചോണം, എന്റെ രക്ഷകൻ അവൻ ഒരിക്കലും മാറത്തില്ല. സാഹചര്യങ്ങൾ മാറുമായിരിക്കും. Let Him be the number one source of your life. എന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഉറവിടം യേശു മാത്രമായിരിക്കട്ടെ. Hallelujah. Hallelujah. The source of your life is not your business or your job or your qualification. നിങ്ങളുടെ യോഗ്യതയോ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ ജോലിയോ ഒന്നും ആയിരിക്കരുത് നിങ്ങളുടെ ആശ്രയം. നിങ്ങളുടെ source should be Him. നിങ്ങളുടെ ഉറവിടം അവൻ മാത്രമായിരിക്കട്ടെ. Can you shout, Jesus, you are my source? ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട്, യേശുവേ എന്റെ ഉറവിടം അങ്ങ് മാത്രമാണ്. This is number one into walking in the mindset of faith. വിശ്വാസത്തിന്റെ മനോഭാവത്തിൽ നടക്കുവാൻ നമുക്ക് ആദ്യം വേണ്ടിയത്, ഒന്നാമത്തെ മനോഭാവം, നമ്മുടെ ഉറവിടം യേശുവാണെന്നുള്ള ഒരു ചിന്ത നമ്മൾ മൈൻഡ് സെറ്റ്. Redefine and establish it in your mind today morning. Jesus is my source. ഇതിനെതിരായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ചിന്താഗതികളെ മാറ്റി നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനോഭാവത്തിന്, നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു കാര്യം ഉറപ്പിക്കുക, എന്റെ ഉറവിടം മറ്റൊന്നുമല്ല, യേശു മാത്രമാണ്. Number two, രണ്ടാമത്തെ കാര്യം, to walk in the mindset of faith. വിശ്വാസത്തിന്റെ മനോഭാവത്തിൽ നടക്കാനുള്ള രണ്ടാമത്തെ കാര്യം, it has to do with the things you consider. നിങ്ങൾ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? Hallelujah. What do you consider? നിങ്ങൾ എന്താണ് പരിഗണിക്കുന്നത്? Do you consider the opinion of people? മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? Or are you considering the word of God? അതോ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണോ നിങ്ങൾ പരിഗണിക്കുന്നത്? Romans 4:19 the word says, റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം പറയുന്നു, when in the deadness of the womb she did not consider it but believed in the word of God and gave praises to God. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവ അവസ്ഥ അത് അറിഞ്ഞിട്ടും സംശയിക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. And not being weak in faith, he did not consider his own body already dead and the deadness of Sarah's womb. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. So, and not being weak in faith,
വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. He did not consider. അവൻ പരിഗണിച്ചില്ല. So how does your faith become weak? നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് ബലഹീനമാകുന്നത്? ഇവിടെ നോക്കിയാട്ടെ. When you consider things of the other than the word of God. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് ബലഹീനമാകുന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ആശയങ്ങളെ, മറ്റുള്ളവരുടെ വാക്കുകളെ നിങ്ങൾ പരിഗണിച്ച് അതിന് വില കൊടുക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ബലഹീനമാകും, ക്ഷീണിക്കും. Hallelujah. What do you consider? നിങ്ങൾ പിന്നെന്താണ് Do you പരിഗണിക്കേണ്ടത്? consider the stripes of Jesus for the healing or the opinion of the doctors? നിങ്ങൾ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ ഡോക്ടർമാർ പറഞ്ഞ അഭിപ്രായത്തിലാണോ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത്? Hallelujah. Hallelujah. No doctor, it is very funny to me. അത് എനിക്ക് വളരെ തമാശയായിട്ട് തോന്നുന്നു. No doctor has ever publicized that he is the healer. ഒരു ഡോക്ടറും ഞാനാണ് സൗഖ്യദായകനെന്ന് ഒരു ഡോക്ടറും എഴുതി വെച്ചിട്ടില്ല. It says I am a medical practitioner. അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരോഗ്യ വിദഗ്ധനാണെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. Practicing. അത് പ്രാക്ടീസ് He will ചെയ്തുകൊണ്ടിരിക്കുക. give one tablet. അദ്ദേഹം ഒരു ടാബ്ലറ്റ് തരും. If it is not working, he will give the next tablet. അതുകൊണ്ട് പണി നടന്നില്ലെങ്കിൽ അടുത്ത ടാബ്ലറ്റ്. Medical practitioner. അവർ മെഡിക്കൽ There പ്രാക്ടീഷണർ. is only one healer. എന്നാൽ ഒരേ ഒരു സൗഖ്യദായകനേ ഉള്ളൂ. He is my Jesus. അത് എൻ്റെ യേശു He അത്രേ. is Jesus. അത് യേശു അത്രേ. He is Jesus. അത് യേശു അത്രേ. By his stripes അവന്റെ അടിപ്പിണരാൽ there is healing. അവിടെ So സൗഖ്യമുണ്ട്. what do you consider? പിന്നെ നിങ്ങൾ എന്താണ് പരിഗണിക്കേണ്ടത്? Your consideration should be the word of God. നിങ്ങളുടെ പ്രഥമ പരിഗണന ദൈവത്തിന്റെ വചനത്തിനാകട്ടെ. Number one, ഒന്നാമത്തേത് Jesus should be your number one source. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം, നിങ്ങളുടെ സകലത്തിന്റെ ഉറവിടം യേശുവാണ്. അത് ഒന്നാമത്തെ കാര്യം. Number two is the things which you consider important. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏത് കാര്യത്തിനാണോ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. Number three മൂന്നാമത്തേത് is whom you permit to be friends or your company in your life. നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും നിൽക്കുവാൻ നിങ്ങൾ ആരെയാണ്, ഏത് തരത്തിലുള്ള കൂട്ടുകാരെയാണ് നിങ്ങൾ അനുവദിക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. The people whom you deal and talk with on a daily basis. ദൈനംദിനം നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാര്. Hallelujah. Hallelujah. They are the next way that you can be influenced, where your faith will become weak. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിക്കുന്നതിന്റെ ഒരു കാര്യം, ക്ഷീണിക്കാനുള്ള ഒരു സാധ്യത പറയാം. വേറെ മൂന്നാമത്തെ സാധ്യത, ഏത് ടൈപ്പുള്ള ആൾക്കാരാണ് നമ്മൾ ഡെയിലി സംസാരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയും. That is why അതുകൊണ്ടാണ് when Jesus, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, he was going to raise up the daughter of Jairus. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുവാൻ പോയപ്പോൾ, It is just after the healing the woman of the blood flow. രക്തസ്രവം പിടിച്ച സ്ത്രീയെ സൗഖ്യമാക്കിയതിനു ശേഷം യായിറോസിന്റെ വീട്ടിലേക്ക് വരികയാണ്. It was on the way that this healing took place. ആ യായിറോസിന്റെ വീട്ടിലോട്ട് വരുമ്പോഴാണ് ഈ രക്തസ്രവക്കാര്യത്തിന്റെ സ്ത്രീയുടെ സൗഖ്യം നടക്കുന്നത്. When Jesus was going to raise up the daughter, he permitted no one, the word of God says, 5:37. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ 5:37 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ തന്റെ കൂടെ വന്ന മുഴുവൻ പേരെയും യേശുവിന്റെ കൂടെ പോകുവാൻ അനുവദിച്ചില്ല. He only permitted certain people, John, Peter and James. അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെ അല്ലാതെ ശിഷ്യന്മാരിൽ മറ്റാരെയും തന്റെ കൂടെ വരുവാൻ താൻ അനുവദിച്ചില്ല. And he permitted no one to follow him except Peter, James and John. പത്രോസും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ താൻ സമ്മതിച്ചില്ല. Turn to your neighbor and say, don't permit everyone to enter your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവരെയും കയറി വരുവാൻ നിങ്ങൾ അനുവദിക്കരുത്. Only allow people around you, permit only people who pump you with faith, who always gives you good news of the word of God. ദൈവവചനത്തിലെ നല്ല വാർത്തകൾ, ദൈവവചനത്തിലെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാൻ കഴിയുന്നവരെ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാവൂ. Turn to your neighbor and say, be very careful of your friends. നിങ്ങളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. Because they can easily influence you. എന്തുകൊണ്ടെന്നാൽ വളരെ വേഗത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയും. For when you're meeting someone new, you always have your guards up. You will not yourself
out to them, but for your friends they can easily access you and give you their mindset easily. നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു അകലമിട്ടാ നമ്മൾ സംസാരിക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഡെയിലി കാണുന്ന കൂട്ടുകാർ, സ്നേഹിതർ അവരുപോലല്ല, അവർക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയും. മൊത്തം എക്കോണമി മാർക്കറ്റ് മൊത്തം തകരാറിലാണ്, ഒന്നും ശരിയാത്തില്ല ആണല്ലേ. അയ്യോ ഇപ്പൊ അടുത്ത വൈറസ് വരുന്നുണ്ട്, അവിടെ ചൈനയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വരുന്നുണ്ട്. അയ്യോ ശരിക്കും അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു വേണ്ടാത്തതൊന്നും കേൾക്കാൻ പോരുത്. സഭയിലാണേലും ഈ കാര്യം കേട്ടോ, ഇന്നാളെ പറ്റി പുതിയൊരു കാര്യം കേട്ടോ. Don't waste your precious time in unnecessary conversations. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. You tell yourself your time is very precious. അവരോട് തന്നെ പറഞ്ഞാട്ടെ, എന്റെ സമയം വളരെ വിലപ്പെട്ടതാ. Very precious. വളരെ വിലപ്പെട്ടതാ. You are only here. The word of God says life is just like a vapor. It is first emitted and it vanishes away. പലപ്പോഴും നമ്മൾ അങ്ങനെ സംഭവിച്ചാൽ വചനം പറയാ ജീവിതം എന്ന് പറയുന്നത് ഒരു വേപ്പർ, നീരാവി പോലെ. അത് വരും, അത് പിന്നെ ഡിസപ്പിയർ ആയി പോകും. We are only here for a very short time. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ഒരു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലായി. ഒന്നുകൂടെ പറയാം. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു നീർക്കുമിള പോലെയാ. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലത്തിലേക്ക് നമ്മൾ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. അത് വിലയുള്ളതായി നമ്മൾ കാണുക. So why waste it on unnecessary conversation and spend your time with unnecessary people when you can spend it doing the work of the Lord, encouraging someone, filling them with faith, healing someone, leading someone to Jesus. അതുകൊണ്ട് ഈ ലോകത്തിലെ ആ ചെറിയ ക്ഷണികമായ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് അതും ഇതും കേട്ടുകൊണ്ടിരിക്കാതെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി 10 പേരെ ഒന്ന് രക്ഷയിലേക്ക് നടത്തി സുവിശേഷമൊക്കെ നടത്തി നിങ്ങളൊന്ന് പോയാട്ടെ. And you will find joy bubbling every single day. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓരോ ദിവസം സന്തോഷം കൊണ്ട് നിറയപ്പെടുന്നത് നിങ്ങൾ തിരിച്ചറിയുവാൻ. Walking in the mindset of faith. വിശ്വാസത്തിന്റെ അതേ മനോഭാവത്തിൽ നടക്കുക. Try to avoid all of these 3 things. ഈ 3 കാര്യങ്ങളും ഇതല്ലാത്ത നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഒന്ന്, നിങ്ങളുടെ യേശുവല്ലാതെ ഉറവിടം മറ്റൊന്നും ആകരുത്. നിങ്ങളുടെ സമ്പത്താകരുത്, നിങ്ങളുടെ വിദ്യാഭ്യാസമാകരുത്, നിങ്ങളുടെ ജോലിയാകരുത്, ഒന്നുമാകരുത്. രണ്ടാമത്, ലോകത്തിന്റെ വാക്കുകളെ നിങ്ങൾ പരിഗണിക്കുക ചെയ്യരുത്. 3, നിങ്ങളുടെ കൂടെ വിശ്വാസം പറയുന്നവരെ മാത്രം കൂടെ നിർത്തുക, അല്ലാത്തവരെ നിങ്ങൾ ഒഴിവാക്കുക. Hallelujah. Hallelujah. And now how to walk in triumphant every single time. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഓരോ ദിവസം ജയാത്സവമായി നിങ്ങൾ നടക്കുന്നത്? Always have a true consciousness in your heart on how big our God is. നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്നുള്ള ചിന്തയും അതേ മനോഭാവത്തിൽ വേണം ഞാൻ നിങ്ങളും നടക്കുവാൻ. Hallelujah. Hallelujah. Do you know how big our God is? നിങ്ങൾക്കറിയാമോ നമ്മുടെ ദൈവം എത്രമാത്രം വലിയവനാണെന്ന് അറിയാമോ? He is a big God. നമ്മുടെ ദൈവം വലിയ ദൈവം അത്രേ. Omnipotent. അവൻ സർവശക്തൻ അത്രേ, സർവവ്യാപി അത്രേ. Isaiah 40:12 the word says he can measure the entire water in the hollow of his hand. ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇങ്ങനെ പറയുന്നു, ഈ ഭൂമിയിലെ സകല വെള്ളത്തെയും തന്റെ കൈക്കുമ്പിളിൽ വഹിക്കുന്നവൻ. ആ കൈക്കുമ്പിൾ ഒന്ന് കാണിച്ചേ. കൈക്കുമ്പിൾ ഇങ്ങനെ കൈ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചോ. കറക്റ്റ് വലിപ്പം കാണിച്ചു തരാം. ഇങ്ങനെ കൈ വെച്ചേ, ഇങ്ങനെ കൈ വെച്ചോ. ആ കൈയുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തോ? അതാണ് കൈക്കുമ്പിൾ. ഹോ, അതാണ് നമ്മുടെ ദൈവം. സ്വർഗ്ഗം സിംഹാസനം, കാല് വെച്ച ഭൂമിയിൽ. എങ്ങനെയാ വിശ്വാസത്തിൽ നടക്കാവുന്നതല്ലേ? ആദ്യം അങ്ങോട്ട് അങ്ങ് നോക്കിയോ. How big our God is. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. He measures the water in the hollow of his hand. തന്റെ കൈക്കുമ്പിളിൽ അവൻ ഭൂമിയിലെ വെള്ളത്തെ അളക്കുന്നവൻ. He measures, he weighs the mountains in the scale of a balance. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? ആഹാ, ഒന്ന് പറഞ്ഞ ആഹാ. He measures the scale of the heavens with his hand. ഈ കൈ കൊണ്ട്
ഈ ലോകത്തിന്റെ അളവെടുക്കുന്ന ആള്. Heavens. ഒന്നിരിക്കുന്ന അടുത്തിരിക്കുന്ന ആളെ പറഞ്ഞ് ഈ പാർട്ടി അകത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പാർട്ടി അകത്തിരിക്കുന്നു. ഓ ഒരു സാധനം അടിച്ചില്ലേ? ഓ ഞാനത് വായിച്ചപ്പോ വീണ്ടും ആത്മാവിലായി പോയായിരുന്നു. He is a big God. നമ്മുടെ ഉള്ളിലിരിക്കുന്ന വലിയവനായ ദൈവം. He is all powerful. അവൻ സർവശക്തനാത്രേ. He is all able. അവൻ സകലത്തിനും മതിയായവൻ. Hallelujah. ഹല്ലേലൂയ. And you and me are his children. ഞാനും നിങ്ങളും ഈ വലിയവനായ ദൈവത്തിന്റെ മക്കളാ. Same to same. നമ്മൾ ഒരേപോലെ. Same. ഒരേപോലെ. Hallelujah. ഹല്ലേലൂയ. Do you look like your father? Yes, you do. The word says you are made in his image. ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. Image, same image. അതേ സ്വരൂപത്തിൽ Same സൃഷ്ടിക്കപ്പെട്ടവരാണ്. DNA. അതേ DNA. Same power. അതേ ശക്തി. The same power of God in you. ദൈവത്തിന്റെ അതേ ശക്തി നിങ്ങളിൽ ഇരിക്കുന്നു. So know the enormous God who is inside of you. നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഇരിക്കുന്ന അളക്കാൻ കഴിയാത്ത വലിയവനായ ദൈവത്തെ അറിയുക. Whatever you are going through, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, nothing can come up against the God who is living in you. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന വലിയവനായ ദൈവത്തെ കവിഞ്ഞ് ഒരു വിഷയവും നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല. It will run away. അത് ഓടിപ്പോകും. It will see the enormity of this God and run away from you. ആ ദൈവത്തിന്റെ ബഹുത്വം കാണുമ്പോൾ, ആ വലിപ്പം കാണുമ്പോൾ, ആ ചെറിയ പ്രശ്നങ്ങൾ അത് ഓടിപ്പോകും. Hallelujah. ഹല്ലേലൂയ. Number 2, realize that even if you are not faithful, he is faithful. രണ്ടാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. He will not change. അവൻ ഒരിക്കലും മാറില്ല. He will not change. അവൻ ഒരിക്കലും മാറില്ല. In the book of Revelation, വെളിപ്പാട് പുസ്തകം Revelation chapter 3, 3-ാം അധ്യായം verse 14, അതിന്റെ 14-ാമത്തെ വാക്യം, he is introducing to the 7th church as in the name Amen. ലവോദിക്കയിലുള്ള 7-ാമത്തെ സഭയോട് പറയാണ്, തന്നെ താൻ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്, ആമേൻ എന്ന പേരുള്ളവൻ. Amen. ആമേൻ. Amen, we always think it is a word that you use at the end of a prayer. No, it is the name of Jesus, one of the names of God. Amen. നമ്മൾ പലപ്പോഴും ആമേൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അവസാനം പ്രാർത്ഥന നിർത്താൻ വേണ്ടി പറയുന്ന വാക്കാണ് ആമേൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ല. എന്നാൽ ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ആമേൻ. Amen. 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 So the 7th church in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ 7-ാമത്തെ സഭയോട് പറയുകയാണ്, if you look in the timeline, the 7th church means you and me, the last end before the arrival of Jesus. കർത്താവിന്റെ വരവിന് മുമ്പുള്ള ആ സഭയെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്, ഈ സഭയാണ്. So when the word the 7th church is mentioned, think in your mind, born again children of God, they are part of this 7th season of the church. ഞാൻ പറയാം, ഈ ദൈവവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ 7-ാമത്തെ സഭയെന്ന് പറയുമ്പോൾ ആ 7-ാമത്തെ സഭ ഏതാന്ന് ചോദിച്ചാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിന്റെ സഭയാണ് ഈ സഭ. And can you read the verse? These things 14 തന്നെ കേട്ടോ. These things says the Amen, the faithful and the true witness, the beginning of the creation of God. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി. ഒന്ന് പറഞ്ഞേ, വിശ്വസ്തൻ. ഒന്ന് പറഞ്ഞേ, he introduces himself as Amen, faithful. അവൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ആമേൻ എന്നാണ്. 2, വിശ്വസ്തൻ എന്നാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് വിശ്വസ്തൻ. വിശ്വസ്തൻ, സത്യവാൻ, ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന് പേരുള്ളവൻ. That is his name. അതാണ് അവന്റെ നാമം. That is his nature. അതാണ് അവന്റെ സ്വഭാവം. It is us humans who have different moods for different days. നമുക്ക് പലപ്പോഴും പല ദിവസങ്ങളിലും പല മൂഡുകളാണ് നമുക്ക്. Hallelujah. Our decisions are based on our mood as well. നമ്മുടെ മൂഡിനനുസരിച്ചാണ് നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നത്. My God is not like that. എന്നാൽ എന്റെ ദൈവം അതുപോലെയല്ല. The word says വചനം പറയുന്നു, he is the same. അവൻ അവന് മാറ്റമില്ല. Yesterday, today and forever.
അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അവന് Which മാറ്റമില്ല. means അതിന്റെ അർത്ഥം he is always good. അവൻ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവൻ എന്നെന്നും നല്ലവനത്രേ. He is good. അവൻ നല്ലവനത്രേ. He is always faithful. അവൻ എല്ലായ്പ്പോഴും വിശ്വസ്തനത്രേ. Even on the days you are not faithful, നിങ്ങൾ വിശ്വസ്തനല്ലാതിരിക്കുമ്പോഴും he is faithful. അവന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. Which means അതിന്റെ അർത്ഥം only good will happen in my life. എന്റെ ജീവിതത്തിൽ നന്മയല്ലാതെ മറ്റൊന്നും സംഭവിക്കത്തില്ല. Can you shout, only good will happen in my life? ഉറക്കെ പറഞ്ഞ് എന്റെ ജീവിതത്തിൽ നന്മയല്ലാത്തതൊന്നും സംഭവിക്കത്തില്ല. Only good will happen in my life. നന്മ മാത്രമേ എന്റെ ജീവിതത്തിൽ This സംഭവിക്കത്തുള്ളൂ. is how you walk in a mindset of faith. ഈ ഒരു മനോഭാവത്തിലാണ്, വിശ്വാസത്തിന്റെ മനോഭാവത്തിലാണ് നിങ്ങൾ This നടക്കേണ്ടത്. is how you can exercise yourself that he is always faithful. He is a big God. These are the thoughts you have to set your mind to. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും പറയണം, എപ്പോഴും അത് ഹൃദയത്തിൽ വിശ്വസിക്കണം, എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല, എന്റെ ദൈവം എപ്പോഴും നല്ലവനാണെന്ന് നമ്മുടെ ഹൃദയത്തെ പറഞ്ഞ് 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 പഠിപ്പിക്കുക. Hallelujah. And number 3, മൂന്നാമത്തെ കാര്യം, always believed in his finished work on the cross. എല്ലായ്പ്പോഴും കാൽവരി ക്രൂശിൽ പൂർത്തിയായ അവന്റെ രക്ഷാപൂർത്തി പ്രവർത്തിയിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുക. Always believe it in your heart. എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടത് അവൻ പൂർത്തീകരിച്ച അവന്റെ പ്രവൃത്തിയിൽ അത്രേ. Hallelujah. Hallelujah. When in John 19:30, when Jesus cried out, "It is finished," know in your heart it was done once and for all. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു കർത്താവ് ആ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അത് സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയത് സകലതും എന്റെ കർത്താവ് ചെയ്തു കഴിഞ്ഞു എന്ന് അത്രേ അർത്ഥം. Which means അതിന്റെ അർത്ഥം on that cross ആ ക്രൂശിൽ there was an exchange which took place. ഒരു കൈമാറ്റം നടന്നു കഴിഞ്ഞു. Once and for all. ഒരിക്കലായി എന്നേക്കുമായി. Once and for all. ഒരിക്കലായി എന്നേക്കുമായി. Once and for all. ഒരിക്കലായി എന്നേക്കുമായി. No need of your work or trying anymore. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കൂടെ ഇനി ആവശ്യമില്ല. On that cross an exchange took place. ആ ക്രൂശിൽ ഒരു കൈമാറ്റം നടന്നു കഴിഞ്ഞു. He took your sickness നിങ്ങളുടെ രോഗം അവൻ എടുത്തു. and he gave you health. അവൻ നിനക്ക് അവന്റെ He സൗഖ്യം took തന്നു. your poverty നിങ്ങളുടെ ദാരിദ്ര്യം അവൻ എടുത്തു. and he gave you riches. അവന്റെ സമൃദ്ധി നിനക്ക് He തന്നു. took your curse. നിങ്ങളുടെ ശാപം അവൻ He എടുത്തു. gave you blessings. അവൻ നിങ്ങൾക്ക് അനുഗ്രഹം He തന്നു. took your sorrow. നിങ്ങളുടെ ദുഃഖങ്ങൾ അവൻ He എടുത്തു. gave you joy. അവൻ നിങ്ങൾക്ക് ആനന്ദം തന്നു. That cross is forever declared in the heavens and in the seen and the unseen. ഈ അദൃശ്യമായ ലോകത്തിലും ദൃശ്യമായതിലും അദൃശ്യമായതിലും സ്വർഗത്തിലും ആ കുരിശിലെ പ്രവൃത്തി എന്നേക്കുമായി The നിലനിൽക്കുന്നത്. blood of my Savior was shed. എന്റെ രക്ഷകന്റെ രക്തം ചിന്തപ്പെട്ടത്. Hallelujah. It is Hallelujah. for your miracle. അത് നിങ്ങളുടെ അത്ഭുതത്തിന് My വേണ്ടിയിട്ടാണ്. Jesus died എന്റെ യേശു so മരിച്ചത് that you can be happy all the time. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ My കഴിയും. Jesus died എന്തുകൊണ്ട് എന്റെ യേശു മരിച്ചു? for your prosperity. നിങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി. And those who believe, അത് വിശ്വസിക്കുന്നവർ I want you to shout and give a clap to ആ Jesus. കരങ്ങളെ അടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക.